ഇത് ഞാൻ രാവിലെ നമ്മുടെ പഞ്ചായത്തിന് മുമ്പിലുള്ള മറ്റേ KSK2-ൻ്റെ പ്രതിഷേധ പ്രകടനത്തിനായിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് മുമ്പ് രാവിലെ ഇവിടെയായിട്ട് കിടക്കുന്നുണ്ട്. ഉച്ചയായപ്പോഴത്തേക്ക് അവിടെ കിടക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ വന്നു. ഇതിനെ ആരും ഉപേക്ഷിച്ച് കളഞ്ഞാണ്. എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, നമുക്ക് വളർത്താൻ പറ്റുമെങ്കിൽ വളർത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ഇതിൽ ഏതെങ്കിലും പെറ്റ് ഇതുപോലെ ഡൊണേറ്റ് ചെയ്താൽ വളർത്തുന്ന ആളുകളുണ്ട്, അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് കൈമാറുക. ഇങ്ങനെ ഈ മിണ്ടാപ്രാണികളായ ഇതുങ്ങളെ, ഓമന മൃഗങ്ങളെ വളർത്തിയിട്ട് ഒരു പരുവം കഴിയുമ്പം തെരുവിലേക്ക് ഉപേക്ഷിക്കുന്ന പരിപാടി, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രായമായ അപ്പനും അമ്മയൊക്കെ ഇതുപോലെ അനാഥാലയങ്ങളിൽ കൊണ്ടാക്കുന്നു അതേപോലത്തെ ഒരു ഫീല് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതൊരിക്കലും ആ ജീവനും ഈ ജീവനും വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഇതിനെ ഒന്ന് ലൈസൻസ് ശക്തമാക്കുക, പഞ്ചായത്ത് ഇതിനെ നടപടി എടുക്കുക, തെരുവ് നായ്ക്കളെ ബന്ധീകരണം ചെയ്യുക, അതിനെ ക്വാറന്റൈൻ സെൻറ്റർ നടപടിയാക്കിക്കൊണ്ട് അതിന് അങ്ങനെയുള്ള പരിപാടി ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള വരുന്നതിന് നിലവാക്കുക. അതുപോലെ തന്നെ പൊതുസ്ഥലത്തേക്ക് ഈ എലി ചത്തു കഴിയുമ്പോൾ ഒക്കെ പുറത്ത് റോട്ടിലോട്ട് വലിച്ചെറിയുന്നൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയൊക്കെ നിർത്തലാക്കാൻ വേണ്ടി പഞ്ചായത്ത് കർശനമായൊരു നിലപാടെടുക്കണമെന്നാണ് എനിക്കിത് സംബന്ധിച്ചത്. ഇതൊരു പാവം മിണ്ടാപ്രാണിയാണ്. കാരണം അതിൻ്റെ കഴുത്തിൽ മുറിവുണ്ട്, അതിൻ്റെ അവിടെ ഈ ഭാഗത്ത് അഴുകി നിൽപ്പുണ്ട്, കഴുത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ബെൽറ്റിൻ്റെ അവിടെ എന്തോ സംഭവം ഉണ്ടായതാണ്. അതുകൊണ്ട് ഇതുപോലെ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ പാമ്പാർ റിവറിൽ നായെ ഇതുപോലെ കൊണ്ടുവന്നിട്ട്, നല്ല എന്തോ നായ അതിനെ കൊണ്ടുവന്നിട്ട് ചങ്ങലയോടെ കൊന്നിട്ട് അങ്ങനെ അതുകൊണ്ട് ആറ്റിലോട്ട് എറിയും. അത് ഇതുപോലെ തന്നെ ഞാൻ കണ്ടിട്ട് അന്നത്തെ മറയൂർ പഞ്ചായത്തിലെ അസിസ്റ്റൻറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ മജീദ് സാറിനെ വിളിച്ച് പറഞ്ഞു. മജീദ് സാർ വന്നു. മജീദ് സാറും ഞാനും എല്ലാം കൂടിയാണ് അന്ന് ആ പട്ടിയെ ഞങ്ങൾ എടുത്ത് മറവ് ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സമയത്ത് വളർത്തുക, ആവശ്യം കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതിനെതിരെ കർശനമായ ഒരു നിയമം പാസ്സാക്കി ആ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത്.